ഹായ് എവ്രി വൺ, ദിസ് ഇസ് സാറ്റർഡേ മോർണിംഗ്. രാവിലെ ഞാൻ ഇന്നൊരു 10:30 എണീറ്റു. കുറച്ച് നേരത്തെ എണീറ്റു. അലനൊരു ഫോൺ കോൾ വന്നപ്പോഴത്തേക്ക് അങ്ങ് ഉണർന്നു പോയി. കുക്കു സാർ ഇന്നലെ വൈകുന്നേരം തന്നെ മമ്മീൻ്റെയും ഡാഡിയുടെയും കൂടെ അങ്ങ് പുലിച്ചറയിൽ പോയി കേട്ടോ. ആലൻ്റെ പേരൻസിൻ്റെ അടുത്ത് പോയി. ഇവർ രണ്ടുപേരും രാവിലെ ഞാൻ ചോദിച്ചപ്പോൾ ലേഡി ബഗിനെ പിടിച്ചുകൊണ്ടിരിക്കുക, പിടിച്ച് കയ്യിൽ വെച്ച് ഓടിച്ച് കളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പണ്ടതിനെ ഓട്ടോ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി മുടിയൊക്കെ കെട്ടി കിച്ചണിലേക്ക് വന്നപ്പോൾ അമ്മ എനിക്കായിട്ട് അവിടെ കാപ്പി ഇട്ട് വെച്ചിട്ടുണ്ട്. അലൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് സേറമോളെയും നിലുവിനെയും നോക്കാൻ പോയപ്പോൾ ഇവിടെ സിങ്കിൽ ഇതേ മീൻ ഉരുപ്പുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് അലൻ താഴോട്ട് വന്നപ്പോഴേ പറഞ്ഞിരുന്നു മീനിനെ വിളിച്ച് പറയണം മീനില്ലാന്ന്. 2 വാളയും കുറച്ച് ഞണ്ടുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്കതിലേക്ക് കിടക്കാം. ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് പറക്കി വെച്ചിട്ട് അവനിൽ ഞാൻ കപ്പിൽ കാപ്പി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആലൻ്റെ കപ്പ് കുക്കു സാറ് ഫുട്ബോൾ അടിച്ച് പൊട്ടിച്ചു. അങ്ങനെ ഞാൻ പുതിയൊരു കപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതേ സെയിം കപ്പാണ് കേട്ടോ ഓർഡർ ചെയ്തത്. സോഡിയാക് സൈനിൻ്റെ പൈസസിൻ്റെ കപ്പ് തന്നെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അത് വരണം. അപ്പോൾ എൻ്റെ കപ്പിൽ ആലൻ കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ തന്നെ ഞാനും കാപ്പി ഒഴിച്ച് ചൂടാക്കാൻ വെച്ചു. അമ്മ ബോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കയ്യപ്പം, ഗോതമ്പ് മാവ് കൊണ്ട് പരത്തി ചെയ്യുന്നത്. ആലന് പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ. ഒരാൾക്കുള്ള ചോറ് ബാക്കിയുണ്ടായിരുന്നു. ഒരിത്തിരി കൂടെ ചോറുണ്ടായിരുന്നു. കാരണം ഇന്നലെ രാത്രി ആയപ്പോൾ ഞങ്ങൾ രാത്രി പോയി മൊമോസ് കഴിച്ചു. വീട്ടിൽ നിന്ന് കഴിച്ചില്ല. ഇവിടെ കൊല്ലം ബീച്ചിന് ഇച്ചിരി അപ്പുറത്തായിട്ട് മൊമോസ് കോർണർ എന്നും പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല മൊമോസ് കിട്ടും. ഇന്നലെ ഞാൻ മലായിയുടെ മൊമോസൊക്കെ ട്രൈ ചെയ്തു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇപ്പോഴും കഴിക്കാൻ തോന്നുക. അത് ആദ്യമായിട്ടാണ് ഞാൻ അത് കഴിക്കുന്നത് കേട്ടോ. ആ ഒരു വെറൈറ്റി ക്രീമി മൊമോസാണ് അതൊരു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ആ ബോക്സിൽ ഇന്നലത്തെ ഒരു ചപ്പാത്തിയും കൂടെ ബാക്കിയിരിപ്പുണ്ട്. അങ്ങനെ ആ ചപ്പാത്തിയിൽ ഞാൻ കുറച്ച് ജാം തേച്ചു. ജാമിൻ്റെ കുപ്പി തുറക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഉടുപ്പ് വെച്ച് തുറന്നതാണത്. ചപ്പാത്തിയും ജാമും പിന്നെ ഇതേ കാപ്പിയായിട്ട് ഞാനിരുന്നു. അപ്പുറത്ത് അലൻ പഴങ്കഞ്ഞി കുടിക്കുന്നുണ്ട്. അമ്മ അരി കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ പെട്ടെന്ന് കയറി വിസിലടിക്കും. അതുകൊണ്ട് അത് തീ ഒന്ന് സിമ്മിലാക്കിയിട്ട് ഞാൻ വന്നിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. സേറമോൾ ഉള്ളതുകൊണ്ട് നിലുവിനെ നോക്കണ്ട. അമ്മ കുറച്ച് മുരിങ്ങയിലയൊക്കെ പിച്ചാൻ പോയിരിക്കുകയാണ് കേട്ടോ. വെജിറ്റബിൾ ഉണ്ട്, പക്ഷേ കുറച്ച് പരിപ്പിരിപ്പുണ്ട് ഫ്രിഡ്ജിൽ, പരിപ്പ് കറിയായിട്ട് വെച്ചത്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കുറച്ച് ഉള്ളിയിട്ട് വഴറ്റി മുരിങ്ങയില ഒന്ന് ചിക്കിയിട്ടിട്ട് അതിലോട്ട് ഈ പരിപ്പ് ചേർത്താൽ നല്ല ടേസ്റ്റുള്ളൊരു കറി കിട്ടും. അപ്പോൾ ഞാൻ എണീറ്റപ്പോഴേ നോക്കി, മതിലിൻ്റെ സൈഡിൽ സേറമോളുടെ വീട്ടിൻ്റെ അവിടെ മുരിങ്ങയില കുറവായിരുന്നു. അപ്പോൾ അമ്മ അത് അപ്പുറത്തുനിന്ന് പിച്ചിക്കൊണ്ട് വരാമെന്നും പറഞ്ഞിട്ട് പോയി. എന്നിട്ട് ഞാൻ നമ്മുടെ വാളയും ഞണ്ടും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വന്നു. ഇതിൻ്റെ ഒരു 2-3 റീലായെന്ന് തോന്നുന്നു ഇപ്പോൾ വാളമീൻ തന്നെ കാണിക്കുന്നത്. ഇപ്പോൾ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല സീസണാണെന്ന് തോന്നുന്നു. വാള കിട്ടുന്നുണ്ട്. വാള, മുള്ളുവാള എന്നൊക്കെ നമ്മൾ പറയും. ദിസ് ഈസ് കോൾഡ് റിബൺ ഫിഷ് ഇൻ ഇംഗ്ലീഷ്. ഇറ്റ്സ് ഹൈ ഇൻ പ്രോട്ടീൻ. പിന്നെ ഇത് ടിഷ്യൂ റിപ്പയറിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യും കേട്ടോ. മസിൽ ഗ്രോത്തിനും പിന്നെ അതുപോലെ തന്നെ ഇറ്റ് എയ്ഡ്സ് ടു എ ഹെൽത്തി ഇമ്മ്യൂൺ സിസ്റ്റം. നല്ലതാണ്, നല്ല മീനാണ്. ഇതിൻ്റെ ഈ സ്കിന്നിൽ ഒരു വൈറ്റ് സിൽവറി സാധനം ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ നല്ലപോലെ ഉരച്ച് കളയും. ആക്ച്വലി ദാറ്റ് ഇസ് എഡിബിൾ. നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണത്. പക്ഷേ നമ്മൾക്ക് ഈ മീൻ വൃത്തിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല നല്ല നീറ്റായിട്ടിരിക്കണമല്ലോ. ഇതിൻ്റെ നമ്മൾ പിടിക്കുന്ന അനുസരിച്ച് ആ തൊലി കുറച്ചിങ്ങനെ ഉരിഞ്ഞ് വരുന്നതുകൊണ്ട് അത് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കുമ്പോഴാണ് ആ പിങ്ക് കളറിൽ പീസസ് ആയിട്ടിരിക്കുന്നത് കാണാനാണ് ഒരു ഭംഗി. അത് ആക്ച്വലി നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. പക്ഷേ നമുക്കിത്തിരി വൃത്തിയൊക്കെ കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഫിലിപ്പീൻസൊക്കെ ഫിഷ് വയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാൽദീവ്സിലൊക്കെ പോകുന്നവർ വന്ന് പറയും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ചിലർ ആ വയറ് പോലും കളയത്തില്ല, അല്ലാതെ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നതെന്ന്. ബട്ട് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് അല്ലേ. ആ സ്കിന്ന് നല്ലപോലെ കളയാനാണ് ഞാൻ ഈ തിത്തൈ തകതയൊക്കെ കാണിക്കുന്നത്. ഉപ്പ് വാരി കല്ലിലിട്ടിട്ട് അതിൻ്റെ പുറത്തിട്ട് ഉരച്ചങ്ങ് കളയും. ഇനിയും കത്തിക്ക് പിടിച്ചാൽ ചിലപ്പോൾ മീൻ ഉടഞ്ഞു പോകും. കത്തി കൊണ്ട് പറ്റുന്നത്ര പിടിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ കത്തിയുടെയും മൂർച്ച പെട്ടെന്ന് തീർന്നു പോവുക. നല്ല മൂർച്ചയുള്ളൊരു കത്തിയെ മേടിക്കണം. പിന്നെ കിട്ടിയത് ഞണ്ടാണ്. ക്രാബ് ഒരു ഫിഷ് അല്ല ആക്ച്വലി. ഇറ്റ് ഈസ് എ ക്രസ്റ്റേഷ്യൻ. എന്ന് വെച്ചാൽ കവച ജന്തു വർഗം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ മീനിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കുറേ പഠിച്ചത് എൻ്റെ ചേട്ടൻ സാബു ചേട്ടൻ്റെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സൊക്കെ നടന്നപ്പോഴത്തേക്ക് ഈ ഫിഷറീസിൻ്റെ ക്ലാസ്സുകളൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ എടുക്കുന്ന ക്ലാസ് മൊത്തം ഞാൻ ആദ്യം ഇരുന്ന് കേൾക്കണമല്ലോ. അങ്ങനെ കേൾക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. ആ ഒരു സമയത്ത് അതൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടതായിരുന്നു. ഇപ്പോഴും രക്ഷപ്പെട്ടേനെ. കാക്കയുടെ നല്ല ശല്യമുണ്ട് കേട്ടോ. കാരണം ഞാനിതിപ്പോൾ ഒരു ഉച്ചവരെയുള്ള വ്ലോഗ് എടുത്തിട്ട് ഞാൻ അതിനങ്ങ് ഓഡിയോ ആഡ് ചെയ്ത് പോവുക. അല്ലെങ്കിൽ എനിക്കിത് നാളെ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. രാത്രി ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ എഡിറ്റിംഗ് ഒന്നും കഴിയത്തില്ല. ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോ എൻ്റെ ഗാലറിയിൽ നിന്ന് എനിക്ക് കളഞ്ഞു കഴിഞ്ഞാലേ ഇന്ന് വൈകുന്നേരം വരെയുള്ള വീഡിയോസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കാക്കകൾ അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. എല്ലാ വീട്ടിലും ഈ മീനൊക്കെ വെട്ടുന്ന സമയമാണല്ലോ. അമ്മ മുരിങ്ങയിലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പിച്ചിക്കൊണ്ടിരിക്കുക.
വാള അരിഞ്ഞത് ഞാൻ കുറച്ച് അരപ്പ് പുരട്ടി ഫ്രിഡ്ജിലേക്ക് ആക്കുന്നുണ്ട്. പിന്നെ കറിക്കായിട്ടും മാറ്റി വയ്ക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ മെനു എന്ന് പറയുന്നത് അമ്മ ഉണ്ടാക്കുന്ന രസം, ഞാൻ ഉണ്ടാക്കുന്ന ക്രാബ് റോസ്റ്റ്, പിന്നെ നമ്മുടെ തട്ടിക്കൂട്ട് മുരിങ്ങയിലയും ഫ്രിഡ്ജിലിരിക്കുന്ന പരിപ്പും കൂടെ ചേർത്തിട്ടുള്ള കറിയാണ് വെജിറ്റബിൾ നൈറ്റ് എടുക്കുന്നത്. വാള നമ്മളിപ്പോൾ എടുക്കുന്നില്ല. ഇത് കംപ്ലീറ്റ്ലി ഫ്രിഡ്ജിലേക്ക് പോവുകയാണ്. ഇന്നലെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കേരള സിലബസ് പഠിച്ചിട്ട് എങ്ങനെയാണ് നല്ലപോലെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിരുന്നു ഇംഗ്ലീഷ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്റ്റോറിയും പോയും ഒക്കെ പഠിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, സയൻസിനെ മാത്സിനെയൊക്കെ കാലം. അപ്പോൾ ഞാൻ ചെറുതിലേ തന്നെ ഐ യൂസ് ടു വാച്ച് നമ്മൾ ഈ സിൻഡ്രല്ല, സ്നോ വൈറ്റ് ഇങ്ങനെയുള്ള ആനിമേറ്റഡ് മൂവീസാണ് ഞാൻ ഒരുപാട് കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്ത് നമുക്ക് നെറ്റൊന്നുമില്ല. പക്ഷേ കാർട്ടൂൺ നെറ്റ്വർക്കിൽ എല്ലാ സൺഡേയ്സിലും സന്ധ്യയ്ക്ക് ഇതുപോലെ ബാബി, സിൻഡ്രല്ല, സ്നോ വൈറ്റ് ഇങ്ങനത്തെ മൂവീസൊക്കെ ഇടും. അപ്പോൾ ഞാൻ അതൊക്കെ ഇരുന്ന് കാണും. പിന്നെ എൻ്റെ അനിയച്ചാച്ചൻ, അനുചേച്ചി, ആജുചേട്ട ഇവർ 3 പേരും എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ സ്റ്റാർ മൂവീസിലും HBOയിലും 9 മണിക്ക് സിനിമ ഇടും. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചെല്ലമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഇവർ 3 പേരും കൂടെ വന്നിട്ട് അപ്പച്ചനും എൻ്റെ ഗ്രാൻഡ് ഫാദറും, ഈ ചെല്ലമ്മേൻ്റെ എന്ന് പറയുന്നത് എൻ്റെ പപ്പയുടെ അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. പപ്പയുടെ അമ്മയുടെ അനിയത്തിയുടെ മക്കളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ. ഇവർ വന്നിട്ട് HBOയിലെയും സ്റ്റാർ മൂവീസിലേക്ക് സിനിമ കാണും 9 o'clock. അങ്ങനെ കണ്ട് ഈ അനക്കോണ്ട, ടൈറ്റാനിക് ഇതൊക്കെ ആദ്യം കാണുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് സബ് ടൈറ്റിൽസ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമെങ്കിലും പിന്നെ എനിക്ക് നല്ലപോലെ ഇതൊക്കെ മനസ്സിലാവാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിരിക്കുന്നത് ഞാൻ വാച്ച് ചെയ്ത മൂവീസാണ്. ഒരുപാട് ഇംഗ്ലീഷ് മൂവീസൊക്കെ കണ്ടാൽ മതി, നമുക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് വി ഹാവ് ടു ട്രൈ. പറഞ്ഞുകൊണ്ടിരിക്കണം, പറഞ്ഞു തുടങ്ങാതെ പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഈ റെസിപ്പി ഒന്ന് കയറ്റി വിട്ടോണ്ടേ. ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകവുമാണ്, കുരുമുളകും, മുഴുവൻ കുരുമുളകുമാണ് ഞാനിപ്പോൾ ഈ ജാറിലേക്ക് ഇട്ടത്. ഇത് നമുക്ക് ഞണ്ട് റോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബേസ് ഒരു മസാലയാണ്. ഇത് ഞാൻ എല്ലാം കൂടെ ആക്കിയിട്ട് അമ്മയുടെ അടുത്തേക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ അമ്മ ഇത് അരച്ച് തരും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രാബ് റോസ്റ്റിനായിട്ട് വേണ്ടത് ഒരു സവാള. നിങ്ങൾക്ക് മസാല കുറച്ച് കൂടുതൽ വേണമെങ്കിൽ 2 സവാള. എനിക്കിത് പറ്റിയാലുമായിട്ട് രാത്രിത്തെ ചപ്പാത്തിക്ക് അതിന് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. കാക്കകൾ സമ്മതിക്കുന്നില്ല. പിന്നെ ഒരു തക്കാളി, 2 പച്ചമുളക്. ഇനി ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം. +2 വരെ നമുക്ക് ഫോണൊന്നും ഇല്ലായിരുന്നല്ലോ. ഡിഗ്രി ആയപ്പോൾ 18 വയസ്സായപ്പോഴൊക്കെ എനിക്ക് ഫോൺ എടുത്ത് തന്നു. ആൻഡ് ഞാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ, ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിനേക്കാളും കംഫർട്ടബിളായിട്ട് ഞാൻ ഇംഗ്ലീഷിൽ എഴുതും. ഞാൻ പൊങ്ങച്ചം പറയുമല്ലോ കേട്ടോ. നമ്മുടെ സ്കൂളിലായാലും സെയിൻറ്റ് ജോൺസിലായാലും ഞാൻ +2 പഠിക്കുമ്പോഴായാലും ഈ ഇംഗ്ലീഷ് സ്റ്റോറി പോയതിനൊക്കെ എനിക്ക് പ്രൈസ് കിട്ടുമായിരുന്നു. അപ്പോൾ കുറച്ച് കലയുടെ ഒരു അസ്കിത ഉണ്ട് എന്ന് വിചാരിച്ചു. ഞാൻ നല്ല തീം കിട്ടിയാലും ഞാൻ നല്ല രീതിയിൽ എഴുതും. അപ്പം ഈ ഒരു കോളേജ് ടൈമിൽ എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഐ യൂസ് ടു ടെക്സ്റ്റ് ഇൻ ഇംഗ്ലീഷ്. ആരടുത്താണെങ്കിലും ഞാൻ ഇംഗ്ലീഷിൽ മെസ്സേജസ് അയക്കാൻ തുടങ്ങും. സംസാരിക്കുമ്പോൾ ഓപ്പണായിട്ട് അങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിച്ചില്ലെങ്കിൽ മെസ്സേജസ് അയക്കുന്നത് ഞാൻ മാക്സിമം ഇംഗ്ലീഷ് ആക്കി ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ബൈ ലക്ക് ആ സമയത്ത് ഞാൻ എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പിലും വി യൂസ് ടു ടോക്ക് ഇൻ ഇംഗ്ലീഷ്. പ്രത്യേകിച്ച് എനിക്ക് ദേഷ്യം വരുമ്പോഴും ഞാൻ ഇമോഷണൽ ആകുമ്പോഴും ഞാൻ കൂടുതൽ ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ അതർ പേഴ്സൺ ഓൾസോ വാസ് ഒരുവിധം എന്നല്ല, ഹി വാസ് ഓൾസോ ഗുഡ് ഇൻ ഇംഗ്ലീഷ്. സെമിനാരിയിൽ പഠിച്ചിരുന്ന ഒരാളാണ്. അപ്പം ഇംഗ്ലീഷൊക്കെ നല്ലപോലെ പഠിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അപ്പോൾ നമുക്ക് സംസാരിക്കാൻ ആൾക്കാരെ കിട്ടുമ്പോഴാണ് ഇത് കുറച്ചുകൂടെ എന്താ പറയുന്നത്, നമ്മൾ ഫ്ലുവൻ്റ് ആവുന്നത്. പിന്നെ അലൻ, അതെന്ന് പറഞ്ഞാൽ അലൻ്റെ മമ്മി ഈസ് ആൻ ആംഗ്ലോ ഇന്ത്യൻ. അപ്പോൾ ഇവിടെ വീട്ടിലും നമ്മൾ സംസാരിക്കുന്നതിൽ ഇടയ്ക്ക് ഓരോ സെൻറ്റൻസ് 2 സെൻറ്റൻസസ് ഒക്കെ ഇംഗ്ലീഷിൽ വന്ന് വീഴാറുണ്ട്. പിന്നെ മമ്മിക്ക് പിള്ളേരത് സംസാരിച്ച് തുടങ്ങണം എന്നൊരു ചിന്ത മമ്മിക്ക് ഉള്ളത് കൊണ്ട് തന്നെ കുക്കുവിൻ്റെ അടുത്തായാലും ഡെല്ലിയുടെ അടുത്തായാലും ഡാരലിൻ്റെ അടുത്തായാലും സ്കൂളിലെ കുട്ടികളുടെ അടുത്തായാലും, സ്കൂളിലിപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്ന് തന്നെ ആക്കിയിട്ടുണ്ട്. മമ്മി ഇവരുടെയൊക്കെ ചെറുപ്പം തൊട്ട് തന്നെ ചെറിയ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ അവരുടെ അടുത്ത് സംസാരിക്കും. ഗെറ്റ് അപ്പ്, കം ഹിയർ, അങ്ങനെ കുറച്ച് ആക്ഷൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് മമ്മി അങ്ങനെ നല്ലൊരു രീതിയിൽ മമ്മി ട്രെയിൻ ചെയ്തെടുക്കും. ഇവൻച്വലി അവർ പിന്നെ ഇവിടെ നമ്മൾ കൊച്ചു ടി വി എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ടില്ല. ഞാൻ ഈ പരിപ്പിൻ്റെയും മുരിങ്ങയിലയുടെയും റെസിപ്പി നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അല്ലേ. ഞണ്ട് കറി നമുക്ക് അപ്പുറത്ത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം കേട്ടോ. അതിൽ കടുകിട്ട് ആദ്യം നമ്മൾ അരപ്പായിരുന്നു ഇടേണ്ടത്, മിക്സിയിൽ അടിച്ചത്. പക്ഷേ എനിക്ക് മറന്നു പോയിട്ട് ഞാൻ ആദ്യം ഈ ഞണ്ട് കറിയിൽ സവാള എടുത്തങ്ങ് ഇട്ട് കേട്ടോ. പിന്നെ അതിൻ്റെ നടുക്കൊരു സ്പേസ് ഉണ്ടാക്കി അതിൽ അരപ്പിട്ടിട്ടാണ് മൊത്തത്തിലൊന്ന് വറുത്തെടുത്തത്. സവാള നല്ല രീതിയിലൊന്ന് വഴന്ന് വരണം, നല്ലൊരു ബ്രൗൺ കളർ ആവണം. അതിന് മുമ്പ് അരപ്പ് വേണം ആദ്യം ഇടാൻ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തെറ്റിപ്പോയി. ഞാൻ പെട്ടെന്ന് ഇന്നലേക്ക് ബിരിയാണി വെച്ചൊരു ഓർമ്മയില്ലേ, പെട്ടെന്ന് സവാള മുറിച്ചെടുക്കുന്നതിലോട്ടായിപ്പോയി എൻ്റെ ചിന്ത.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കൊച്ചു ടി വി ഇവിടെ വെച്ചിട്ടില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നോട്ട് ബിക്കോസ് അത് മലയാളത്തിനെ നമ്മൾ ഡീഗ്രേഡ് ചെയ്യുന്നതല്ല, ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ കൊച്ചു ടി വി എന്ന് പറഞ്ഞ ചാനലിൽ പറയുന്ന മലയാളം എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത മലയാളമാണ്. മലയാളത്തിൻ്റെ ഒരു ലെവൽ തന്നെ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ദ വേ ദേ ഹാൻഡിൽ ദറ്റ് ലാംഗ്വേജ്. ചിലപ്പോൾ അങ്ങനെ എന്തോ എനിക്കറിയത്തില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഐ എം നോട്ട് ഡീഗ്രേഡിങ് ദറ്റ് ചാനൽ. ബട്ട് നമ്മളിവിടെ കൂടുതൽ പിള്ളേർക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് പെപ്പ പിഗ് അതൊക്കെയാണ്. നിക്ക് ജൂനിയർ അതൊക്കെ. കാർട്ടൂൺ നെറ്റ്വർക്ക് ഒന്നും നമുക്ക് എൻ്റെ കുക്കുവിൻ്റെ സമയത്തൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല അത് ടി വിയിൽ. കാരണം ആ സമയത്ത് വന്ന കാർട്ടൂൺസൊക്കെ എന്താ പറയുന്നത്, നമ്മളുടെ ഒരു ടോം ആൻഡ് ജെറി പോലും എടുത്ത് കളഞ്ഞിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ചാനലാണ് വെച്ച് കൊടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ലാംഗ്വേജ് വളരെ പോളിഷ്ഡാണ്. മാത്രമല്ല വളരെ പതുക്കെയാണ് ഈ പറഞ്ഞ നിക് ജൂനിയർ എന്ന് പറഞ്ഞ ചാനലിൽ സംസാരിക്കുന്നത്. സെൻറ്റൻസൊക്കെ വെൽ ഫ്രെയിംഡാണ്. അപ്പോൾ അത് കണ്ട് കുക്കുവും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ഡാരൽ ഡെല്ലയും കുറച്ച് വളർന്നപ്പോൾ തന്നെ ദേ ആർ വെരി ഗുഡ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ അവരുമായിട്ട് കളിക്കുമ്പോഴും കുക്കു സാർ കൂടുതൽ ഇംഗ്ലീഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊക്കെ മെയിനായിട്ട് വേണ്ടത് ആ ഒരു ലാംഗ്വേജിൻ്റെ കറക്റ്റ് ഒരു എക്സ്പോഷർ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരുടെ നടുക്ക്, അല്ലെങ്കിൽ ടി വിയിൽ ഇംഗ്ലീഷ് മൂവീസ് ഇടുക, കാർട്ടൂൺസ് ഇടുക. കാരണം ഇത് നിങ്ങൾ വേറൊരു സെൻസിലെടുക്കരുത്. മലയാളം അവർക്ക് പഠിക്കാനും കേൾക്കാനും ഒരുപാട് സോഴ്സസ് ഉണ്ട്. നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ, അവരുടെ കസിൻസ്, റിലേറ്റീവ്സ്, അങ്ങനെ നമ്മൾക്ക് കൂടുതൽ മലയാളത്തിൻ്റെ നടുക്കാണ് അവർ വന്ന് ജനിച്ച് വീഴുന്നത്. വീണ്ടും നമ്മൾ മലയാളത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടുപിടിക്കേണ്ടതില്ല, ബട്ട് ഇംഗ്ലീഷിന് വേണ്ടി സമയം കണ്ടുപിടിച്ചാൽ അവർ ഇംഗ്ലീഷിലും സംസാരിക്കും. ഡു യു നോ, 5 വയസ്സ് വരെയുള്ള സമയമാണ് നമുക്കൊരു ലാംഗ്വേജ് ഒരു കൊച്ചിനെ പഠിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. ഇമാജിൻ, നമ്മളിപ്പോൾ ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ചിലർ വന്നിട്ട് പറയും, മിസ്സേ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കൊച്ചിന് മനസ്സിലാവുന്നില്ല, മലയാളത്തിൽ സംസാരിച്ച് നോക്കൂ, കൊച്ചിൻ്റെ അടുത്ത് ഇച്ചിരിയൊക്കെ മലയാളത്തിൽ സംസാരിക്കണേന്ന്. ഇത് നിലൂന് കിട്ടിയ ഡയറി മിൽക്ക് ഞാനും അമ്മയും കൂടെ കുറച്ച് അടിച്ചു മാറ്റുന്നതാണ് കേട്ടോ, മൊത്തം കഴിക്കണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ ആ പറയുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് അവരോട് പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളിപ്പോൾ കാനഡയിൽ സെറ്റിലാവുന്നു, UK സെറ്റിലാവുന്നു, എവിടെയെങ്കിലും എബ്രോഡ് പോകുന്നു, കൊച്ചിനെ സ്കൂളിൽ ചേർത്താൽ നിങ്ങൾ എങ്ങനെ അവിടെയുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി പറയും ഇംഗ്ലീഷ് സംസാരിക്കേണ്ട, മിസ്സൊന്ന് മലയാളത്തിൽ സംസാരിച്ചാൽ മതി? നിങ്ങൾ പറയില്ല. ആൻഡ് ഇവഞ്ച്വലി അവിടെ പോകുന്ന കുട്ടികളെല്ലാം നല്ല രീതിയിൽ ലാംഗ്വേജ് പഠിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. അത് തന്നെ ഇവിടെയും നടക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ടീച്ചേഴ്സും ഒരു 2 പ്രാവശ്യം പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ലെന്ന് കണ്ടാൽ മൂന്നാമത് ഇംഗ്ലീഷിലോട്ടും പറയും. അത് നാച്ചുറലായിട്ട് നമ്മുടെ ഒരു ടെൻഡൻസിയാണ്. മൂന്നാമതായിട്ട് മലയാളത്തിൽ പറയും. നാച്ചുറൽ ടെൻഡൻസിയാണ്, നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യാതെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് മൂവീസ് കാണിച്ചു കൊടുക്കുക, ഇംഗ്ലീഷ് കാർട്ടൂൺസ് കാണിച്ചു കൊടുക്കുക, മാക്സിമം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ എൻകറേജ് ചെയ്യുക. അങ്ങനെയൊക്കെ യൂസ് ചെയ്താലേ പഠിക്കത്തുള്ളൂ. ഇവിടെ എൻ്റെ കേസിലും തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട്. ഒരാളെ കിട്ടിയാൽ ഞാൻ നല്ല രീതിയിൽ വെച്ചങ്ങ് കാറ്റും. അങ്ങനെ സംസാരിച്ചാലേ നമ്മളിതിൽ ഫ്ലുവൻ്റ് ആവത്തുള്ളൂ. മിസ്റ്റേക്സ് വരാം. ഫോർ എക്സാമ്പിൾ, ഒരു കൊച്ചുകുട്ടി മലയാളം സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ തെറ്റുകളിൽ നിന്ന്. ഇപ്പം ദിലുവിൻ്റെ ചില സെൻറ്റൻസസ് തന്നെ അവൻ കാക്ക എന്ന് പറയും, പക്ഷേ ചുടിച്ചോ എന്നേ പറയത്തുള്ളൂ. അതായത് കുടിച്ചോയ്ക്ക് അവൻ ചുടിച്ചോ എന്നേ പറയത്തുള്ളൂ. ബട്ട് ഹീ ഈസ് സേയിങ് അപ്പോൾ അതേ കണക്ക് നമ്മളും പറയാം. മിസ്റ്റേക്സ് വരട്ടെ. രസം അമ്മയുടെ റെസിപ്പി ആയതുകൊണ്ട് എനിക്കറിയത്തില്ല, ആലൻ രാവിലെ കഞ്ഞിക്ക് കഴിച്ച പുളിമുളകിൻ്റെ ബാക്കിയൊക്കെ ഇട്ട് അത് ഇപ്പോൾ ഡിങ്കോൾഫി പരിപാടിയൊക്കെ ചെയ്ത് രസം ഇപ്പോൾ അങ്ങ് റെഡിയാവും. പക്ഷേ സാധനത്തിന് ഉഗ്രൻ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പുറത്ത് ഞണ്ട് കറിക്കായിട്ട് ഞാനിപ്പോൾ പൊടികളായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് സാദാ മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. പെപ്പർ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് പൊടിച്ചിട്ടുണ്ടല്ലോ അരപ്പിൽ. പിന്നെ ഗരം മസാലയാണ് ഞാനിപ്പോൾ ലാസ്റ്റ് ആഡ് ചെയ്ത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ആ ഒരു പച്ച മണമൊന്ന് മാറുമ്പോൾ നമുക്കിതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കാം. ഞണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു ലേശം വെള്ളം, ആ ജാറ് കഴുകുന്ന വെള്ളം മാത്രം ഒന്ന് ആഡ് ചെയ്താൽ മതി കേട്ടോ. വിനാഗിരി അല്ലെങ്കിൽ ലൈം ജ്യൂസ് കുറച്ച് ചേർക്കുന്നത് നല്ലതാണ്, എസ്പെഷ്യലി സീ ഫുഡ് ആണെങ്കിൽ. ഞാനൊരു നാരങ്ങയും കൂടെ അരപ്പിൽ ചേർത്തിട്ടുണ്ട്. 2 നാരങ്ങ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്കിൽ നാരങ്ങ നമുക്ക് ഈ ഞണ്ട് കറിയിൽ കൂടെ ചേർക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേർത്തതാണ്. അല്ലെങ്കിൽ ഞാനിതിൽ വിനാഗിരി ഒഴിച്ചേനെ. ഞണ്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാറ് കഴുകി ഇത്തിരി വെള്ളം കൂടെ ഇതൊന്ന് നന്നായിട്ട് പുരട്ടി എടുത്തിട്ട് ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കാം. ഞണ്ടിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും. പിന്നെ പലരും ഞാൻ ട്രോൾ ചെയ്ത് കണ്ടിട്ടുണ്ട്, സ്കൂളിൽ മലയാളം സംസാരിച്ചാൽ ഫൈൻ മേടിക്കുന്നു, സ്കൂളുകാർ മലയാളം സംസാരിക്കരുതെന്ന് പറയുന്നു, ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാൻ പറയുന്നു. അതിനെ ഒരു നല്ല സെൻസിലെടുത്താൽ 80% നമുക്ക് ആ ഒരു കുട്ടി അത് സംസാരിച്ച് തുടങ്ങണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പല സ്കൂൾസും അങ്ങനെ ഇമ്പോസ് ചെയ്യുന്നത്. മലയാളം സംസാരിക്കാൻ അവർക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സ്കൂളിൽ അവരെ കിട്ടുന്ന ആ ഒരു അത്രയും ടൈം ഫ്രെയിമിൽ
മലയാളം സംസാരിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ഏതെങ്കിലും കുട്ടി ഇംഗ്ലീഷിൽ സംസാരിക്കുമെന്ന്? ഇല്ല, അവർ മലയാളം തന്നെ ചൂസ് ചെയ്യത്തുള്ളൂ. ഇംഗ്ലീഷിൽ സംസാരിച്ചേ പറ്റൂ എന്നൊരു സ്റ്റേജ് ഉണ്ടാക്കി കൊടുത്താലേ അവരത് ആ ഒരു ഹാബിറ്റ് അവരിൽ വരുത്തുള്ളൂ. എന്തെങ്കിലും അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിക്കത്തുള്ളൂ. ബൈ ദ വൈ, ഇങ്ങനെ ഓടിപ്പടിച്ച് ജോലിയൊക്കെ തീർക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ചെരുപ്പ് പൊട്ടി കേട്ടോ. ഇങ്ങനെ ഞാൻ നിലവും കൂടെ അത് ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ അതിനെ നല്ല സെൻസിലെടുത്താൽ എന്താണ് എൻ്റെ ലാംഗ്വേജ്, എന്താണ് ഇത്ര അത് ഒരുപാട് നല്ലതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എന്തുകൊണ്ട് കോൺഫിഡൻ്റ് ആയി കുറച്ച് ഇംഗ്ലീഷിൽ ഞാൻ സംസാരിക്കുന്നു എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ബിക്കോസ് ഐ ട്രൈ ടു യൂസ് ഇറ്റ്. ഞാനത് സംസാരിക്കാൻ ശ്രമിച്ചു, ഞാനത് സംസാരിക്കുന്നു. എനിക്ക് പറ്റുന്ന ആൾക്കാരോടൊക്കെ, അത്യാവശ്യം ലാംഗ്വേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് സംസാരിക്കും. അവിടെ ഞാൻ ചമ്മലോ നാണോ ഒന്നും വിചാരിക്കാതെ ഐ വിൽ ഡു ദാറ്റ്. ഈ കല്യാണം കഴിക്കുന്ന ആ ഒരു സമയത്തും ആ സമയത്ത് ഞാൻ സാരംഗ് എന്ന് പറഞ്ഞൊരു സ്കൂളിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ ചുമ്മാ ഇരുന്ന് ചളവൊക്കെ അടിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറയും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സങ്കല്പങ്ങളൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയും, അത്യാവശ്യം ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ, ഇംഗ്ലീഷിൽ 2 തെറി പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്നെനിക്കൊരാഗ്രഹമുണ്ട്. അതിപ്പോൾ എന്തായാലും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ അടികൂടി കഴിഞ്ഞാൽ ഞാൻ ഇമോഷണലായിട്ട് ഇനി വലിയ വലിയ പാരഗ്രാഫ്സൊക്കെ ഇംഗ്ലീഷിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും കേട്ടോ. കുറേ ആദ്യത്തെ 2 ദിവസമൊന്നും ആരും നോക്കത്ത് പോലും ഇല്ല. 3-ാമത്തെ ദിവസം വല്ലതും എടുത്ത് വായിച്ചാലായി. കാരണം ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത്, ഞാനും ആ ദേഷ്യത്തിൽ ഇരിക്കുമ്പോൾ അതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇഷ്യൂ വഷളാവും. അതുകൊണ്ട് 2 പേരും കാം ഡൗൺ ആയി കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ പറ്റുമല്ലോ. ഞാൻ പക്ഷേ അങ്ങനെയൊന്നുമല്ല, എനിക്ക് അടിയൊക്കെ ഉണ്ടായി പെട്ടെന്ന് തീരണം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും വലിയ വലിയ പാരഗ്രാഫ്സ്. ഇൻ ഷോർട്ട്, ഞാൻ ആ കമൻറ്റിൻ്റെ ഉത്തരവാണ് പറഞ്ഞത്. എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കൊണ്ട് എന്നാണ്. ട്രൈ സംസാരിക്കുക. നിങ്ങൾക്കതിന് നല്ല ഓപ്ഷൻസാണ് ഈ പറഞ്ഞ കണക്ക്. മൂവീസ് കാണുക, ആദ്യം താഴെ സബ്ടൈറ്റിൽസ് നോക്കി മനസ്സിലാക്കിക്കോളൂ. പതുക്കെ നമ്മൾ അതിലോട്ട് നോക്കാതാവും. നമ്മൾ ഇവഞ്ച്വലി അത് പഠിച്ചോളൂടാ. അപ്പോൾ പിന്നെ കുട്ടികളിൽ ഇത് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ അവർ ഈ ലാംഗ്വേജുമായിട്ട് അവർക്ക് ആ എക്സ്പോഷർ കൊടുക്കണം. ഇംഗ്ലീഷ് സംസാരിച്ചേ പറ്റൂ എന്നൊരവസ്ഥയിലേക്ക് അവരെ എത്തിക്കുക, ദിവസത്തിലൊരു 2 മണിക്കൂറെങ്കിലും. പിന്നെ സ്കൂളാകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു ബ്രേക്ക് ടൈമിലൊന്നും നമ്മളങ്ങനെ അത്രയും സ്ട്രിക്റ്റ് ആവാറില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഈ ഡ്രിൽ പീരീഡിനൊക്കെ ഇറക്കുമ്പോൾ ഞാൻ പറയും, മലയാളത്തിൽ സംസാരിക്കുന്നവരെ തിരിച്ച് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവരെല്ലാവരും സംസാരിക്കും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നല്ല രസമാണ് കേൾക്കാനായിട്ട്. ചിലർ അവർക്ക് അറിഞ്ഞുകൂടാത്തത് പോലും അവർ ആ സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് കൊണ്ടുവരുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നു എന്നൊരു തോന്നലുണ്ടാവും. ഐ ആം ദ ക്യാച്ചർ, നോ യു ആർ ദ ക്യാച്ചർ, ഷീ ഈസ് ദ ക്യാച്ചർ, ഹീ ഈസ് ദ ക്യാച്ചർ. അത് ഇസ്സിൻ്റെ യൂസും ആമിൻ്റെ യൂസും ഒക്കെ ഇസ്, ആം, ആർ, വോസ്, വേറൊക്കെ പഠിപ്പിക്കുന്നതിനേക്കാളും മനോഹരമായിട്ട് അവരവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് അതിന് പറയാനുള്ള ഉത്തരം കേട്ടോ. അങ്ങനെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. സേറമോൾ ഇവിടുന്ന് അങ്ങോട്ട് ചോറ് തിന്നാൻ പോയതേ ഉള്ളൂ. പക്ഷെ അവന് പിന്നെയും കണ്ടുകൊണ്ടിരിക്കണം. സേറയെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞിട്ടായി വലിഞ്ഞു കയറുന്നത്. പിന്നീട് അകത്തോട്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഉമ്മം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഗ്ലാഡിസ് മാതളത്തിൻ്റെ ജ്യൂസൊക്കെ എങ്ങാണ്ട് റെഡിയാക്കുക. ബബിയാൻ്റിക്ക് ബൈ ദ ബൈ ഞാൻ പറയാൻ പറ്റുമോ, ബബിയാൻ്റിന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ മെൻഷൻ ചെയ്യാത്തത് കാണാത്തത്, ആൾക്ക് വയ്യ, ഡെങ്കു ആണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുക. അവിടുന്ന് പിടിച്ചുകൊണ്ട് വന്ന് അമ്മ ലില്ലിയംസിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇവന് ചോറൊക്കെ കൊടുത്തിട്ട് ആൾ ഉറങ്ങി കേട്ടോ. അവൻ ഉറങ്ങി അകത്ത് കിടന്നപ്പോഴത്തേക്ക് ഞാനും അമ്മയും കൂടെ പതുക്കെ കത്തി വെക്കാനായിട്ട് വെളിയിലേക്ക് ഇറങ്ങി. കുറച്ച് നേരം നിന്ന് വർത്താനം പറയാം. വെളിയിൽ നല്ല മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. ഒരു മൊത്തത്തിലൊരു മൂടൽ പോലെ. നമ്മുടെ കുരിശടി കാണിച്ചു തരാം. കുരിശടിയുടെ അപ്പുറത്തായിട്ട് കാണുന്നത് എൻ്റെ വീട്, ലില്ലിയംസിയുടെ വീടെന്ന് ഞാൻ പറയുന്ന ഗ്രാൻഡ് മദറിൻ്റെ വീട്. ഇത് നമ്മുടെ വീട്. എന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടെ പോയി അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. കടപ്പുറത്ത് 2-3 പേര് കടലിൽ കുളിക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ അനിയത്തിയുടെ മോനുണ്ടായിരുന്നു കേട്ടോ ആ കൂട്ടത്തിൽ. പിന്നെ അവനെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. കുറച്ച് നേരം അങ്ങനെ അവൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടുന്ന് ആംഗ്യത്തിൽ പോയി ചോറ് കഴിയിടാന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവനതൊന്നും കാണാതെ വേറെ ഏതോ ലോകത്തിൽ മുഴുകി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങളെങ്ങനെ ഓരോരോ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതിലെ പാസ് ചെയ്ത ഒരു ചേച്ചി ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മയും മോളും കടലിൻ്റെ ഭംഗി നോക്കി നിൽക്കുവാണോ എന്ന്. എന്നിട്ട് ചേച്ചി തന്നെയാണ് പറഞ്ഞു, നമുക്കൊരു വിലയില്ലെന്നേ ഉള്ളൂ, പക്ഷേ ആരെങ്കിലുമൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുമ്പോഴാണ് ഓർക്കുന്നത് ഇതിനൊക്കെ ഇത്രയും ഭംഗിയുണ്ടെന്ന്. സത്യം കേട്ടോ, ഇങ്ങനെ വന്ന് നിൽക്കുന്ന ദിവസങ്ങൾ വളരെ റെയറാണ്. എന്നാൽ ബീച്ചിൽ പോകണം, കൊല്ലം ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം വെക്കും. പക്ഷേ എന്നാലും തൊട്ട് മുന്നിൽ കിടക്കുന്ന കടപ്പുറത്ത് പോയിരിക്കാൻ സമയം കിട്ടത്തില്ല. അതൊന്നാമത്തെ കാര്യം. സമയം കിട്ടുന്ന ദിവസം അങ്ങനെ ചിന്തിക്കത്തുമില്ല അവിടെ പോയി ഇരിക്കാമെന്ന്. സത്യത്തിൽ നല്ല ഭംഗിയുണ്ടെന്ന് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങളതേ ലഞ്ച് കഴിക്കാൻ പോവാണ്. ആലൻ അപ്പനെയും കൊണ്ടാണ് വന്നിട്ടുള്ളത് ലഞ്ച് കഴിക്കാനായിട്ട്. ഇന്ന് അപ്പൻ്റെ പിറന്നാളാട്ടോ. ഞാനിതുവരെ വിഷ് ചെയ്തില്ല. ഞാൻ ഫോണിൽ വിഷ് ചെയ്യാതിരുന്നതാണ്. ഇതുവഴി കറങ്ങി വരും എന്ന് എനിക്കറിയാമായിരുന്നു.
ഞാനിപ്പോൾ നടന്ന കോൺവെർസേഷൻ പറഞ്ഞു തരാം. ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നു. ഇപ്പോൾ വന്നിരുന്നിട്ട് ഞാനൊരു മെസ്സേജ് പ്രതീക്ഷിച്ചു. അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു, അപ്പം നേരിട്ട് പറഞ്ഞല്ലോ, അതിന് ഞാൻ ഇവിടം വരെ വരേണ്ടി വന്നില്ലേ. അപ്പം ഞാൻ പറഞ്ഞു, വരുമെന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ടാണ് മെസ്സേജായിട്ട് പറയാറുണ്ടെന്ന്. എന്നാലും ഞാൻ പ്രതീക്ഷിച്ചു അത്രേ. അങ്ങനെ 2 പേർക്കുള്ള ചോറും പിന്നെ രസം ഞാൻ അങ്ങനെ തന്നെ എടുത്തു വെച്ചു കേട്ടോ. ഇതിൽ പപ്പ ഞണ്ട് പൊട്ടിച്ചൊക്കെ തിന്നോളൂ, പക്ഷേ അപ്പുറത്തിരിക്കുന്ന കുഞ്ഞിന് ഇതറിയത്തില്ല. അറിയത്തില്ലെന്നല്ല, അത്രയും മെനക്കിടത്തില്ല. അതിൻ്റെ അകത്ത് ഒരുപാട് മാംസം ഞണ്ടിൻ്റെ അകത്ത് ബാക്കിയിരിക്കും തന്നെ തിന്നുവാണെങ്കിൽ. അപ്പം ഞാൻ ഞണ്ടൊക്കെ പൊട്ടിച്ച് കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ വാരി കൊടുക്കുന്നത്. ഇന്ന് അപ്പൻ്റെ പിറന്നാൾ മാത്രമല്ല, അപ്പൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയും കൂടെയാണ്. പക്ഷേ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് 2 പേരോടും പറയാൻ പറ്റാത്ത അവസ്ഥയിലോട്ടാണ് 2 പേരും ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. രണ്ടിൻ്റെയും കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. അപ്പുറത്ത് ഒരാൾ കിച്ചണിൽ കിടന്ന് കറങ്ങുന്നത് കണ്ടില്ലേ. സത്യം പറഞ്ഞാൽ KPC ലളിതയുടെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ അനിയത്തിപ്രാവ് സിനിമയിൽ, അവൾ നിന്നൊരുങ്ങുന്നത് എനിക്ക് മാത്രമേ അറിയാൻ പറ്റുന്നുള്ളെന്ന്. അതേ കണക്ക് ഇപ്പോൾ എനിക്ക് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട് അമ്മ എന്തായിരിക്കും ഫീൽ ചെയ്യുന്നതെന്ന്. ഇതിനിടയിൽ ഉറങ്ങിക്കിടന്ന നിലു എണീറ്റു. ആ ഫ്രെയിം ഞാൻ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്തു, കാരണം എണീറ്റ് സുസുവൊക്കെ വെച്ച് നിക്കറില്ലാണ്ട് അങ്ങോട്ട് പോയത്. പിന്നെ അമ്മ അവിടെ അഴയെ കിടന്നൊരു നിക്കറൊക്കെ ഇടിയിപ്പിച്ച തിരിച്ചിങ്ങോട്ടേക്ക് വിട്ടത്. അങ്ങനെ മൃഷ്ടാന ഭോജനമായിരുന്നു കേട്ടോ. ഇവർ 2 പേരും കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് കഴിക്കാനുള്ളത് ആ 2 പാത്രത്തിലും ഉണ്ടായിരുന്നു. ചോറും ഉണ്ടായിരുന്നു, ഞണ്ടിൻ്റെ പീസും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേറെ ചോറൊന്നും ഇട്ടില്ല, 2 പ്ലേറ്റും എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തുനിന്നുള്ളതെല്ലാം കഴിച്ചു. ഇപ്പോൾ ഒരാൾ വന്ന് അപ്പൻ എത്ര കഴിച്ചു എന്ന് നോക്കിയതാട്ടോ. രസത്തിന് പുളി കൂടിപ്പോയല്ലേന്ന്. അല്ലെങ്കിൽ രസമൊക്കെ ഉണ്ടാക്കി എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കാറൊന്നുമില്ല. ഇതിപ്പോൾ പപ്പ കഴിച്ചുകൊണ്ട് മാത്രമാണ് വന്ന് ചോദിക്കുന്നത്, രസത്തിന് പുളി കൂടുതലായിരുന്നു എന്നൊക്കെ. അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു, വിഷമിക്കണ്ട, കെട്ടിയവൻ ഒരു ലോഡ് രസം കുടിച്ചിട്ടാണ് പോയേക്കുന്നതെന്ന്. പിന്നെ ഞാൻ അതൊന്നും നോക്കാൻ വന്നേയില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ. എന്നിട്ട് ഏതാ പപ്പ തിന്നത്, എത്രയും ബാക്കി വെച്ചു, ഇതൊക്കെയായിരുന്നു പിന്നെ അറിയേണ്ടത്. അങ്ങനെ ആൾ പിന്നെ റെഡിയായി അങ്ങ് പിരിവിന് പോയി കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ സമയത്ത് പോകേണ്ട കാര്യമില്ല, എന്നാലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ആൾ റെഡിയായി അങ്ങ് പോയി. ഞാൻ പിന്നെ നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തു. ആ വേസ്റ്റ് ബിന്നിൻ്റെ അകത്തോട്ട് ഇതെല്ലാം കൂടി ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മീൻ വെട്ടാനായിട്ട് എൻ്റെ കൂടെ കൂട്ടിരുന്ന പാവം കാക്കകൾക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ട് ആ വേസ്റ്റൊക്കെ ഞാൻ കൊണ്ട് പുറകിൽ തട്ടിയിട്ട് കൊടുത്തു കേട്ടോ. എല്ലാവരും കൂടെ കാക്കി കൂന്നും പറഞ്ഞ് നല്ല രീതിക്ക് ബഹളം വെച്ച് അതെല്ലാം കഴിക്കുന്നുണ്ട്. പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. ഈ ഞണ്ട് ഒടിക്കലും പൊട്ടിക്കലും ഒക്കെ ആയിട്ട് ഇവിടെ മൊത്തം തെറിച്ചായിരുന്നു കേട്ടോ, മാറ്റിലും ടേബിളിലും എല്ലാം. അങ്ങനെ ഞാൻ അതെല്ലാം വൃത്തിയാക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇത് കണ്ടിട്ട് ചോദിക്കും, എന്നാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പക്ഷേ അതിനും പറ്റാത്ത അവസ്ഥയാട്ടോ. ഇനി അമ്മ തീരുമാനിക്കണം. അമ്മയുടെ കാര്യങ്ങളിൽ ഞാൻ ഇനി ഫോഴ്സ് ചെയ്യത്തില്ല ഒന്നിനും. മോർ ഓവർ ദേ ആർ വെരി മെച്ചുവേർഡ്. അവർക്ക് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പ്രാപ്തിയുള്ള ആൾക്കാരാണ്. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ എന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് എടുത്ത തീരുമാനങ്ങളൊക്കെ നല്ലതായിരുന്നു എന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ലെറ്റ് ദം ഡിസൈഡ്. അമ്മേനെ എന്തായാലും ഞാൻ ഇനി ഒന്നിനും ഫോഴ്സ് ചെയ്യത്തില്ല, അമ്മയുടെ ഇഷ്ടം പോലെ. അങ്ങനെ ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വന്ന് കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പൻ നിലുവിനെ ഉറക്കാനായിട്ടാണ് ആ പാടുപെടുന്നത്. നടക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഇത്തിരി ഗ്യാപ്പ്, ആ ഒരു ചെറിയ ഗ്യാപ്പിൽ എനിക്ക് ഇത്തിരി ഉറക്കമെങ്കിലും കിട്ടിയാലായി. അങ്ങനെ ഞാനും വന്ന് കിടന്നു കേട്ടോ. ഇനി ഉറങ്ങുമോ ഇല്ലയോ എന്നുള്ളത് നിലു തീരുമാനിക്കണം. ഇവിടെ ഇത്ര പേര് ഉറങ്ങുമെന്ന്. വന്ന് കിടന്നപ്പോഴാണ് അവിടെ ഇരിക്കുന്ന 2 ഗ്ലാസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കഴിച്ച് കഴിഞ്ഞിട്ട് 2 പേര് ചൂടുവെള്ളം കുടിച്ചതാണ്. ഞാനെങ്ങാനും ഉറങ്ങിപ്പോയാൽ അവൻ്റെ ആദ്യത്തെ ടാർഗറ്റ് ആ 2 ഗ്ലാസ് ആയിരിക്കും. അതുകൊണ്ട് ആ ഗ്ലാസ് കൊണ്ടുവച്ചിട്ട് ഞാൻ വീണ്ടും വന്ന് കിടന്നു. അപ്പം മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അവനെ കിടത്താനായിട്ട്. ഞാൻ പപ്പാന്നും ഡാഡിയെന്നും അപ്പനും തന്തേന്നും വരെ വിളിക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം കൂടെ ചേർത്ത് പറയുന്നത്. അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്നിട്ട് അവനെ പേടിപ്പിച്ചു. അതായത് ജനലിൽ കൂടെ മാമ്പൂച്ചി വന്ന് നോക്കുന്നുണ്ട്, ആൻ്റണി വന്ന് നോക്കുന്നുണ്ട്, വേഗം കിടന്ന് ഉറങ്ങിക്കോന്ന്. പിന്നെ അവൻ വന്ന് കിടന്നു. പക്ഷേ ഉറങ്ങിയതൊന്നുമില്ല, കുറേ നേരം അങ്ങനെ കിടന്നു. പിന്നെ ഇടയ്ക്ക് ആലനൊക്കെ നല്ലപോലെ ഉറങ്ങി കേട്ടോ. എൻ്റെ ഉറക്കത്തിൻ്റെ കാര്യം ഹുദാഹവയായിരുന്നു. പിന്നെ ഞാൻ എണീറ്റ് ചായ ഇട്ടു. അപ്പോഴേക്കും മണി 5:30 അപ്പം എനിക്ക് മനസ്സിലായി ഇനി അവൻ എന്തായാലും ഉറങ്ങത്തില്ല എന്ന്. ചായ ഇടുന്നതിന് മുമ്പ് നമ്മുടെ എപ്പോഴത്തെയും പരിപാടിയായ പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ ദേവു എന്ന് പറഞ്ഞിട്ടൊരാളെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അഡ്മിഷൻ്റെ കാര്യമൊക്കെ ഏകദേശമല്ല നല്ല രീതിയിലെല്ലാം ശരിയായി. എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് മറ്റോ തുടങ്ങിയതാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് എനിക്ക് മുടങ്ങാതെ പഴംപൊരിയുടെ പിക്ചർ അയച്ചു തരുന്നുണ്ട്. വൈകുന്നേരം പഴംപൊരി ഉണ്ടാക്കി ഇൻസ്പയർഡ് ഫ്രം യുവർ വീഡിയോസ് എന്നും പറഞ്ഞിട്ട്. ഇന്നിപ്പോൾ ഫെലിസിറ്റ മിസ്സും കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ പോകാമെന്നൊക്കെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടതിന് ആ കമൻറ്റിന് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടാട്ടോ ഞാൻ വന്നിരുന്ന് ഈ ഓഡിയോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബിരിയാണി എങ്ങനെയായെന്നും കൂടെ പറഞ്ഞേക്കണം കേട്ടോ പിന്നീട്. ദേവു അയച്ചു തന്ന പഴംപൊരിയുടെ പിക്കൊക്കെ അടിപൊളിയായിരുന്നു, ടേസ്റ്റും അടിപൊളിയായിരുന്നു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും പഴംപൊരി ഉണ്ടാക്കട്ടെ. ഞാൻ തിരിച്ച് അത് തന്നെയാണ് ദേവുവിന് മെസ്സേജ് അയച്ചത്. എല്ലാവരും ചായ കുടിക്കട്ടെ, എല്ലാവരും പഴംപൊരി ഉണ്ടാക്കട്ടെ.
ഞാൻ എടുത്ത 2 ബനാനയിൽ ഒരെണ്ണത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നല്ല ഫ്രഷ് ആയിരുന്നു ഞാൻ ഉരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്, മറ്റേത് ഉരിച്ചപ്പോഴത്തേക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ പീസസ് ആക്കിയപ്പോഴത്തേക്ക് അവിടെ ഇവിടെ എന്തൊക്കെയോ ഒരു കളറിലൊരു വ്യത്യാസം. അങ്ങനെ ഇതുവരെ ഇതിൽ പുഴുക്കളയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ അങ്ങനെ തോന്നിയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. ഞാനിപ്പോൾ മേലെ ഇരുന്ന ഓഡിയോ ആഡ് ചെയ്യുന്നത്, തിരയുടെ സൗണ്ട് അതുകൊണ്ട് നല്ലപോലെ കേൾക്കും. താഴെ അപ്പൻ്റെ പിറന്നാളിൻ്റെ ബാക്കി പാർട്ടി, വള്ളംകളി പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം അവിടെ നല്ല ഒച്ചയാണ്. ഒച്ച കുറഞ്ഞ സ്ഥലമായിട്ട് ഇപ്പോൾ ഈ മേലത്തെ റൂം മാത്രമേ ഉള്ളൂ. ഇവിടെ വന്ന് ഞാൻ ഈ ഉറക്കെ സംസാരിക്കുന്നതും കൂടെ കൊണ്ടിട്ടാവും സൗണ്ടിൽ ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം വരും കേട്ടോ. എല്ലാ ദിവസത്തെയും ചായയിൽ എന്തെങ്കിലുമൊക്കെ പിച്ചീന്നുള്ളി ഇടുന്നതായിട്ട് നിങ്ങൾ കാണുന്നത് ഈ സൈഡിലിരിക്കുന്ന 3 ബ്ലാക്ക് ബോക്സിൻ്റെ അകത്ത്, ഒന്നിൽ ഏലക്ക, ഒന്നിൽ ഗ്രാമ്പു, ഒന്നിൽ പട്ടയും. അപ്പോൾ ഞാൻ അതിങ്ങനെ ഓരോ ദിവസം നമ്മുടെ സ്കൂളിലെ പിള്ളേർ ബെഞ്ച് റൊട്ടേഷൻ ഇല്ലേ മിസ്സേ എന്ന് ചോദിക്കുന്ന കണക്കാണ് ഇവരുടെ 3 പേരുടെയും കാര്യം. ഓരോ ദിവസത്തെ ചായയിൽ ഞാൻ ഓരോ സ്പൈസാണ് ഇടുന്നത്. ഒരു ദിവസം പട്ട, ഒരു ദിവസം ഗ്രാമ്പു, ഒരു ദിവസം ഏലക്ക. അങ്ങനെ ഞങ്ങൾ ജയ്പൂർ പോയിരുന്നപ്പം അവിടെ ആൻറ്റിയുടെ കയ്യിൽ ഒരു മസാലയുടെ ഒരു കൂട്ട് ആൻറ്റി പൊടിച്ച് വെച്ചിരുന്നതാണെന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. എൻ്റെ അമ്മ എന്ത് ടേസ്റ്റായിരുന്നറിയോ മസാല ടീക്ക്. ഞാൻ തലയും കുത്തി നിന്ന് പല മസാലകൾ വാങ്ങിച്ചിട്ടും പൊടിച്ചിട്ടും എനിക്ക് അതുപോലത്തെ ടേസ്റ്റിൽ മസാല ടീ കിട്ടിയിട്ടില്ല. നമ്മുടെ ഇവിടുത്തെ ചെറിയ ഇപ്പോൾ ദാബാസ് പോലൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ റോഡ് സൈഡിൽ, ഇത് ചായ് ഷോപ്പെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. അവിടെ നിന്നൊക്കെ ഞാൻ മസാല ചായയും ജിഞ്ചർ ചായയൊക്കെ കുടിച്ച് നോക്കി, പക്ഷേ എനിക്ക് ആൻറ്റിയുടെ കയ്യിലുള്ള ആ ഒരു കൂട്ടുപോലെ ഇതുവരെ കിട്ടിയില്ല. ഇപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ജയ്പൂരിലേക്ക്, ക്രിസ്മസിന് വരുമ്പോൾ ആ കുപ്പിക്കകത്തുനിന്ന് എന്തായിരുന്നോ അതൊന്ന് ഇവിടെ എത്തിക്കണേന്ന്. ബിരിയാണി ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പം ചടപടേന്ന് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് പഴംപൊരി. ലാസ്റ്റത്തെ പഴംപൊരി ഒരു 3-4 എണ്ണം ഞാനത് മറന്നുപോയി കേട്ടോ, കൊക്ക് ഇവിടെ ഇല്ലയെന്ന്. അവന് മൊരിച്ച പഴംപൊരിക്ക് അവനിങ്ങനെ പൊരിച്ച പഴംപൊരി എന്നാണ് പറയുന്നത്, അവന് മൊരിച്ചത് വേണം, കളർ നന്നായിട്ട് ചേഞ്ച് ആവണം. അപ്പോൾ രണ്ടാമത് ഇടുന്ന സെറ്റ് ഞാനൊന്ന് കുറച്ച് നേരം വെച്ച് മൊരിച്ചെടുക്കാറുണ്ട്. അങ്ങനെ മൊരിച്ച് പാത്രത്തിലോട്ട് വെച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ചേട്ടാ ആളിവിടെ ഇല്ലല്ലോ എന്ന്. ഇനിയിപ്പോൾ പോയി വിളിച്ചിട്ട് വരണം. എനിക്ക് മെസ്സേജസ് ഒക്കെ വന്നു തുടങ്ങി. ഡെല്ലയുടെ വക 2 മെസ്സേജ് ഉണ്ടായിരുന്നു, മാമി കുക്കു വോണ്ട്സ് ടു ടോക്ക് ടു യു എന്ന്. ഞാൻ ആ ലാംഗ്വേജിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ നേരത്തെ, അത് ഞാൻ അവരുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഡാരലിനും ഡെല്ലയ്ക്കും എന്തെങ്കിലും മെസ്സേജ് അയച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴൊക്കെ മാക്സിമം ഇംഗ്ലീഷിൽ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് കുക്കു സാർ കുറച്ച് നേരത്തേക്ക് ഇവിടെ എൻ്റെ അടുത്ത് പറയും, അമ്മ ഇനി നമ്മൾ കുറച്ച് നേരം ഇംഗ്ലീഷിലേ സംസാരിക്കാവുന്നു കേട്ടോ. പക്ഷേ നിലുവിൻ്റെ അടുത്ത് തേക്കത്തില്ലല്ലോ, അവിടെ എത്തുമ്പോഴത്തേക്ക് പണി പാളും. ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ 2 പേരും മലയാളത്തിലേക്ക് സ്വിച്ച് ചെയ്യും. ഇനി നിലു കുറച്ച് വളർന്നൊക്കെ വരണം. ഇപ്പം അവൻ കാണുന്നത് കാർത്തു, മഞ്ചാടി അതൊക്കെയാണ് കാണുന്നത്. അതൊക്കെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ. കൊച്ചു ടി വിയോടുള്ള എതിർപ്പ് എനിക്ക് അതിനോടില്ല. പതിവ് ഫ്രെയിമിൽ നിന്ന് മാറ്റാനായിട്ട് ഞങ്ങൾ ഇപ്പുറത്തെ ഹാമക്കിലാണ് കേട്ടോ ഇരുന്നത്. ഇതാണ് അവിടെ ആദ്യം കിടന്നത്, അതെടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് ഇപ്പം മേടിച്ചത് അവിടെ ഇട്ടത്. ഇതൊരു വിധം ആയി, നശിച്ചു ഏകദേശം. കുറേ നാളായി, ഒരു 1.5 വർഷമായിട്ടുണ്ടാവും ഈ ഒരെണ്ണം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ലില്ലിയമ്മച്ചിയും ശാന്താൻ്റിയൊക്കെ അവിടെ വീട്ടിൻ്റെ മുമ്പിലിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എണീക്കാനുള്ള പ്രധാന കാരണം എന്തോ ആ ഫുട്ബോൾ തട്ടി കളിക്കുന്നവനാണ് കേട്ടോ. അവൻ ഈ മതിലരികത്ത് വന്ന് കുക്കൂ കുക്കൂ എന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ ഞാൻ എണീറ്റ് കതവ് തുറന്നപ്പോഴാണ്, നിലു ഓൾറെഡി ഉറങ്ങിയില്ലായിരുന്നല്ലോ, അവൻ ചാടി എണീറ്റത്. കുക്കു ഇല്ലടാ വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഫുട്ബോൾ എടുത്തത് ആൻറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ ഫുട്ബോൾ എടുത്ത് കൊടുത്തിട്ട് അമ്മമാർ അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. വലിയ ടീംസൊക്കെ കടപ്പുറത്ത് കളിക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്തെ ചായയും പഴംപൊരിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അപ്പം വീട്ടിൽ പോയി ഫ്രഷായിട്ട് വന്നു കേട്ടോ. അപ്പനെ കണ്ടതിന് മതിലിൽ കയറി സ്റ്റൂളിട്ട് കയറിയിട്ട് എത്തുന്നില്ല, അതിന് തൂങ്ങിക്കിടന്ന് പുട്ടപ്പാന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ പോയി സഹായിച്ചു. പിന്നെ അപ്പൻ്റെ വക കുറച്ച് സാഹസികതയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിലു ഇവിടെ മതിലിരിക്കുന്നതിനും പുട്ടപ്പായും മതിലിൽ കയറുന്നതെന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പനെ പുട്ടെന്നാണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ പുട്ടപ്പ എന്നാണ് നിലുവും കുക്കും ഒക്കെ വിളിക്കുന്നത്. ഞാനും മതിലിൽ കയറാമെന്നും പറഞ്ഞ് അവിടെ നിന്നിട്ട് കുറച്ച് സാഹസമൊക്കെ കാണിച്ചു. ഇന്നിപ്പോൾ കുറച്ചൊക്കെ കാണിക്കും. വള്ളംകളി ഇങ്ങനെ പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ രാവിലെ തൊട്ട്, ബർത്ത്ഡേയുടെ ആഘോഷങ്ങൾ. ഇപ്പോൾ ഈ ഓഡിയോ ആഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് മമ്മിയുടെ വക ഒരു കോള് വന്നായിരുന്നു കേട്ടോ. കുക്കു സാറ് വിളിക്കുന്നു, വിളിക്കാൻ ചെല്ലുന്നില്ലേ എന്നും പറഞ്ഞിട്ട്. കുക്കു ഫോൺ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഫ്രൈഡേ സ്കൂളിൽ നിന്ന് തന്നെ മമ്മിയുടെ കൂടെ അങ്ങ് പോയതാണ്. വീട്ടിൽ ഇടുന്ന ഒരു ഡ്രസ്സ് ഫ്രൈഡേ ബാഗിൽ തന്നെ എടുത്ത് വെച്ചിട്ടാണ് സ്കൂളിൽ പോയത്. സ്കൂളിൽ നിന്ന് എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ് 2-3 പിള്ളേർ മാത്രം ബാക്കിയായപ്പോൾ തന്നെ അവൻ യൂണിഫോമൊക്കെ മാറ്റി ബാഗിൽ എനിക്ക് വെച്ച് തന്നിട്ട് വീട്ടിൽ ഇടുന്ന ഡ്രസ്സെന്ന് വെച്ചാൽ റൊണാൾഡോയുടെ അതേ ടീഷർട്ട് അത് ഡെയിലി കഴുകിയപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരുമ്പോഴും മിക്കവാറും അത് തന്നെയായിരിക്കും. അത് അവിടെ പോയി മമ്മിയെ കൊണ്ട് കഴുകിച്ച് അത് വീണ്ടും ഇട്ട് കാണും. അപ്പനും എബിയും കൂടെ പിന്നെയും നമ്മുടെ ഗവൺമെൻറ്റിന് കുറച്ച് കാശ് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അവരുടെ പുറകെ പോകാനായിട്ടുള്ള കരച്ചിലാണ് നിലു ഇപ്പോൾ അങ്ങോട്ട് ഓടിപ്പോയത്. പിന്നെ ഭാഗ്യത്തിന് ആ കരച്ചിൽ തീർക്കാനായിട്ട് നമ്മുടെ പശുമ്പേനെ കൊണ്ടുവന്ന് ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അപ്പൻ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് കരച്ചിലങ്ങ് മാറി കേട്ടോ. കുറച്ച് നേരം അതിനെയും നോക്കി നിന്നു.
അതാണെങ്കിൽ കഴുത്തിലൊരു മണിയൊക്കെ ഉണ്ട്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളിത്തിരി വയലൻ്റൊക്കെ ആയി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നിലു പമ്പുരി തിന്നുന്ന് പച്ചുമ്പ ഇല തിന്നുന്ന് എന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക. ഇനിയിപ്പോൾ പോയി കുക്കുസാറിനെ വിളിച്ചിട്ട് വരണം. അതിനു മുമ്പ് ചെയ്തു തീർക്കാനുള്ളൊരു വലിയ ചടങ്ങാണ് ഈ സാധനത്തെ തുണി ഉടുപ്പിക്കുന്നത്. അവൻ ഇഷ്ടമേ അല്ല ഉടുപ്പിടുന്നത്. നമ്മുടെ ഈ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഡെങ്കു ഉണ്ട് കേട്ടോ. ഞാൻ ബബിയൻ്റെ കേസും പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ നോക്കാൻ വന്നവരും പറഞ്ഞു ഇവിടെ മോനെ ഡ്രസ്സ് ഇടിയിപ്പിക്കണം, കൊതുക് കടിക്കുന്നത് ഇതാക്കാൻ. ഓഡോമോസൊക്കെ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇട്ട് കൊടുക്കും. പക്ഷെ തുണി ഉടുക്കാൻ അവന് പറ്റത്തില്ല. അവന് ഭയങ്കര പാടാ തുണി ഉടുത്ത് നടക്കാനായിട്ട്. പിന്നെ ഡെല്ല വീട്ടിൽ പോകാൻ, ടൊട്ടോ വണ്ടിയിൽ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഡ്രസ്സൊക്കെ ചെയ്തു. ഞങ്ങൾ പോകാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴേക്ക് അവിടെ അപ്പൻ്റെ ബർത്ത്ഡേയാണ്, കേക്ക് മുറിക്കും. അവരുടെ ടീംസിൻ്റെ വക ഒരു പ്ലം കേക്കൊക്കെ മേടിച്ച് ഒരു ചെറിയ സെലിബ്രേഷൻ. എബിയും പുളിഞ്ചിയളിയനും ഒക്കെ ഈ ആൾക്കാരാണ് കേട്ടോ. സ്വന്തം ബർത്ത്ഡേക്ക് കുറച്ച് പടക്കമൊക്കെ മേടിച്ചുകൊണ്ട് വന്നെങ്കിലും കത്തിച്ച് വിട്ടതൊന്നും പൊട്ടിയില്ല കേട്ടോ. എല്ലാം തണിഞ്ഞു പോയി. ഓട്ടോയിലോ മറ്റോ ഇരുന്നിട്ടേ. May God bless you. May God bless you. Happy birthday. പൊട്ടിക്കാനുള്ള പടക്കമൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ? May God bless you. വേണമെങ്കിൽ ഞങ്ങൾ മുൻകൈ എടുക്കാൻ പറ്റും. ചില കൂടുതല ഒരു 10,000 ചെലവാകും. പോരാ, ഞാൻ ഒരു അരയ്ക്ക് ശ്രമിച്ചത് നടന്നില്ല. ഞാനൊരു അരയ്ക്ക് ശ്രമിച്ചത് നടന്നില്ല. അതെന്ത് പരിപാടി നിങ്ങളായാലും വേണം. ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നു. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് പുലിച്ചിറയിലോട്ട് പോവാണ്. പിയാത്ത ഞങ്ങളുടെ മുൻപിലുണ്ട്. ഈ പിയാത്തയെന്നും പഞ്ചമിയെന്നും ഒക്കെ ഞാൻ പറയുന്നത് ഇവിടുത്തെ ബസ്സിനെയാണ് കേട്ടോ. ഇത് താന്നിയിലെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രം. ഈ ഇടയായിട്ട് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് അത്. ഇത് താന്നി പള്ളി, സെൻറ്റ് മൈക്കിൾസ് ചർച്ച്. പിന്നെ താന്നി പാലം കഴിഞ്ഞാൽ നമ്മൾ മയ്യനാടെത്തും. ഗേറ്റ് അടച്ച് കിടക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്ത് നിലുവാണ് വണ്ടി ഓടിച്ചത്. ഗേറ്റ് അടഞ്ഞു കിടന്ന സമയത്ത് കുറച്ച് നേരം തന്നെ സൗണ്ടൊക്കെ വെച്ച് നല്ല ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിപ്പായിരുന്നു. 3 ട്രെയിൻ പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലേറ്റായാണ് പുലിച്ചിറ എത്തിയത്. ഇത് ലിയോ ആണ് കേട്ടോ. ആദ്യം ഡിങ്കിൾ എന്നൊക്കെ ആയിരുന്നു പേര്, ഇപ്പോൾ മാറ്റി ലിയോ എന്നാക്കിയിട്ടുണ്ട്. ദിവാലി കഴിഞ്ഞ് അവർ ഇവിടുന്ന് പോയപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞെന്ന് തോന്നുന്നു, വഴിയിൽ കിടന്നതാണ്. എടുത്തുകൊണ്ട് പോകാനായിട്ട് ആരും ഇല്ലയെന്ന് തോന്നിയതുകൊണ്ട് എടുത്തുകൊണ്ട് പോയി വാക്സിനേഷനൊക്കെ കൊടുത്ത് മുടിയൊക്കെ കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി വെച്ചിരിക്കുക. ഇവൻ്റെ മുടി ചേച്ചി പഠിപ്പിക്കാനായിട്ട് ഇരുത്തുമ്പോൾ ചേച്ചിക്ക് ഇവൻ്റെ മുഖം കാണാൻ പറ്റാത്തതുകൊണ്ട് കെട്ടി വെച്ചേക്കുന്നതാണ്. നിലു ഇവിടെ വന്നാൽ തന്നെ ആദ്യം ചെയ്യുന്നത് 2 ഡോഗ്സിനെയും കാണും. പിന്നെ ഇവിടുത്തെ പൂച്ചകളെയൊക്കെ പോയി കാണും. മിയാവുനെയും ബൊബ്ബോനെയും ഒക്കെ കണ്ടിട്ടാണ് പിന്നെ തവളയിൽ തിരക്കി നടക്കും. ഇത് നിങ്ങളാരും അനുകരിക്കരുതെന്ന് കുക്കു സാർ പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്റ്റണ്ട് പെർഫോമൻസാണ്. മമ്മ ഇതെടുക്കുമെന്നും പറഞ്ഞ് നിന്നിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ചേച്ചി അവിടെ നിന്ന് പറയുന്നുണ്ട് താഴെ വീഴാതെ നോക്കണം എന്നൊക്കെ. ഇതുവരെ വീണിട്ടില്ല കേട്ടോ ഈ അഭ്യാസമൊക്കെ കാണിച്ചിട്ട്. ഡാർലിൻ ഡെല്ലി അത്യാവശ്യം ട്രെയിൻഡാണ്. പക്ഷേ ഇവൻ ട്രെയിൻഡൊന്നുമല്ല. അവർ പഠിപ്പിക്കുന്ന എന്തെങ്കിലും അറ്റവും മൂലയൊക്കെ കേട്ടിട്ടാണ് ഈ പരിപാടിയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. കുക്കു സാറിന് പഠിക്കാനുള്ളതും ഡെല്ലയ്ക്ക് പഠിക്കാനുള്ളതും മലയാളമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞില്ല. ഇടയ്ക്കൊരു ബ്രേക്കിന് ചേച്ചി 2 പേരെയും വിട്ടതാണ്. ഇവരെല്ലാവരും പഠിക്കുന്ന കണ്ടിട്ട് നിലുവിനും പഠിക്കണം. ഈ ബുക്കില്ലേ, വാട്ട് ടു എക്സ്പെക്റ്റ് വെൻ യു ആർ എക്സ്പെക്റ്റിംഗ്, ഇത് ഞങ്ങൾ 2 പേരും പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് വായിച്ചിരുന്ന ബുക്കാണ് കേട്ടോ. എൻ്റെ 2 പ്രഗ്നൻസി ടൈമിലും ഈ ബുക്ക് ചേച്ചി എനിക്ക് തന്നുവിടും. അതിൻ്റെ അകത്ത് ഓരോ മന്തിലും ഓരോ വീക്കിലും കുഞ്ഞെങ്ങനെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിത്ത് പിക്ചേഴ്സ്, നല്ല ഇല്ലസ്ട്രേഷനൊക്കെ ഉണ്ട്. വായിക്കാൻ നല്ല രസമാണ്, വായിച്ചിരിക്കാനായിട്ട്. നമ്മളൊരു പേഴ്സണൽ ലെവലിൽ അത് കണക്ട് ചെയ്യും. ഇപ്പോൾ കുഞ്ഞെന്തായിരിക്കും ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും എന്നൊക്കെ. അപ്പം നമുക്കിങ്ങനെ ഓരോ വീക്ക് ആകുമ്പോഴത്തേക്ക് വായിക്കാനായിട്ടൊരു കൊതി തോന്നും. അയ്യോ ഇപ്പം ഇങ്ങനെയൊക്കെ ആയി എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ഡെല്ല ഇവരുടെ ശല്യം കാരണം പഠിച്ച് തീരാത്തതുകൊണ്ടാണ് ടേബിളിൻ്റെ അടിയിൽ പോയിരുന്ന് കുറച്ച് നേരം പഠിച്ചത് കേട്ടോ.
ഇവിടെ കുറച്ച് ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് അകത്താക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞാനിരുന്ന അതേ സ്ഥാനത്തേക്ക് നിലുവും വന്നിരുന്നു. കാരണം രണ്ടുപേരെയും അഴിച്ചു വിട്ടു കേട്ടോ ഭക്ഷണം കൊടുക്കാനായിട്ട്. ചോക്കോനെ അഴിച്ചു വിട്ടു, ലിയോനെ അഴിച്ചു വിട്ടു. രണ്ടാൾക്കാരും അകത്തുണ്ട്. എനിക്കും നിലുവിനും ആണെങ്കിൽ പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇനി താഴെ ഇറങ്ങത്തില്ല. നിലു ഇതേ എൻ്റെ മടിയിലിരിപ്പുണ്ട്. ഞങ്ങൾ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ കയറിയാണ് കേട്ടോ ഈ ഇരിപ്പിരിക്കുന്നത്. ഇനി ഫുഡൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും ക്ലോസ് ചെയ്യും. അപ്പോഴേ ഞങ്ങൾ ഇനി താഴത്തേക്ക് ഇറങ്ങത്തുള്ളൂ. ഇവിടുന്ന് പെട്ടെന്ന് തിരിച്ച് പോകാമെന്ന് കരുതിയാണ് വന്നത് കുക്കു സാറിനെയും വിളിച്ചിട്ട്. പക്ഷേ ആലനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പോസ്റ്റാക്കിയെന്ന് വേണം പറയാനായിട്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് അവൻ ഇത് കുറച്ച് നേരത്തെ ചേച്ചീനെ സോപ്പിട്ട് വെച്ചിരിക്കുകയായിരുന്നു രണ്ടുപേരും. ഡാരലും ഡെല്ലയും കുക്കുവും കൂടെ ഹാപ്പി മീൽസ് വേണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് വന്നിട്ട് പോകാൻ, കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ഇരിപ്പായി. പക്ഷേ മാക്ഡൊണാൾഡ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് താമസിച്ചാണ് ഫുഡ് എത്തിയത്. അങ്ങനെ പിന്നെ ബർഗറും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ കോൺസും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചു. ഇറങ്ങാൻ നേരത്ത് ഇനി വരുമ്പോഴും ആദ്യം കാണുന്ന പോലെ കിടന്ന് കുറയ്ക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒന്ന് കമ്പനി ആവാനൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അതേ ടാറ്റ ബൈ പറഞ്ഞിറങ്ങി. ഡാരലും ഡെല്ലയും സിദ്ധാർത്ഥയിലാണ് കേട്ടോ പഠിക്കുന്നത്. 4th വരെ നമ്മുടെ സിറ്റാഡലിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് അവർ എബ്രോഡ് ഒരു വർഷം പഠിച്ചു. പിന്നെയാണ് സിദ്ധാർത്ഥയിൽ കൊണ്ട് ചേർത്തേക്കുന്ന രണ്ടുപേരെയും. നല്ല ഹോംവർക്സ് ഒക്കെ ഉണ്ട് പാവങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പോൾ ഇനി ഈ 2 എണ്ണത്തിന് ഇവിടുന്ന് കൊണ്ടുപോകുന്നതുകൊണ്ട് അവർക്ക് സമാധാനമായിട്ട് അതവിടെ ഇരുന്ന് ചെയ്യാം. ഇത് ഹാപ്പി മീലിൻ്റെ കൂടെ പിള്ളേർക്ക് കിട്ടുന്ന ഒരു ബുക്കാണ് കേട്ടോ. അത് വായിച്ചോളാഞ്ഞ് വയ്യാതെ വീട്ടിലേക്ക് വരുക കുക്കു സാർ. അപ്പോൾ എന്നാൽ പിന്നെ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.